ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ, പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമെല്ലാം നടന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇപ്പോ അവിടുത്തെ ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിന്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെന്റ്സിന്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിന്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തും. അതിനു മുമ്പ് പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഉണ്ട്. അപ്പൊ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് അത് പോയിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും. പിന്നെ സമയം അല്ല, ഇത് നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും ആ പദ്ധതിക്ക് ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഹൈവേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈവേ അധികൃതരെ നമ്മൾ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ അതിന്റെ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്പോട്ടിലും, എല്ലാ പ്രോൺ സ്പോട്ടിലും പോയി ജില്ലാ കളക്ടർമാർ തന്നെ ഹൈവേ പണിയുന്നതിന്റെ പോയി അന്വേഷിച്ചിരുന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടാണ്. എങ്കിലും ഒരുപാട് സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അടക്കമുള്ള സംഭവങ്ങൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുടെ നിർമ്മാണത്തിലും ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ള പരാതി സർക്കാരിനുണ്ട്. ഇല്ല, അവര് വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. നമ്മള് അത് ആണ് കൂടുതലും ജീവനക്കാർ 7 പേരെയാണ് മിസ്സിംഗ്. അപ്പൊ അവരെ കുറിച്ച് അവര് പണിക്കാരാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നേ. ഞാൻ പ്രാഥമികമായ വിവരമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഇപ്പൊ 2 മിനിസ്റ്റേഴ്സിനെ ഇപ്പോൾ നമ്മൾ അയക്കുകയാണ് അങ്ങോട്ട്. റവന്യൂ മന്ത്രി അനിൽകുമാറിനെയും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖും ഇപ്പോൾ തന്നെ അവർ യാത്ര ചെയ്യിക്കും. അവരുടൻ തന്നെ അവിടെ തന്നെ എത്തിച്ചേർന്ന് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിലും ഇതെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു. അത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളത്.